ഇരട്ട നികുതി ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധവുമായി ഫിലിം ചേംബർ 6 മാസമായിട്ടും തീരുമാനമായിട്ടില്ലെന്നും സർക്കാരുമായി ഇനി സഹകരിക്കില്ല എന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് പറഞ്ഞു. ചർച്ച നടത്താമെന്ന് പറഞ്ഞതല്ലാതെ സജി ചെറിയാൻ യോഗം വിളിച്ചിട്ടില്ല. KSFDC തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല എന്നും സംഘടന വ്യക്തമാക്കി. നിരവധി തവണ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എല്ലാം നമ്മൾ കത്തെഴുതുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്ന ഇരട്ട നികുതി ഒഴിവാക്കി കിട്ടണമെന്ന്. അത് കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോൺക്ലേവ് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞങ്ങൾ നിരന്തരം കത്തിലൂടെയെല്ലാം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഒരു രീതിയിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് സർക്കാരുമായി ഒരു രീതിയിലുള്ള സഹകരണവുമായിട്ട് മുമ്പോട്ട് പോകണ്ട, ജനുവരി മാസം മുതൽ എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് എന്തായാലും അവരെയും കത്ത് മുഖേന അറിയിക്കും. കാരണം നിരവധി കത്തുകൾ നമ്മുടെ ഫയലിലുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ഒന്നിനും അനുഭാവപൂർവമായ ഒരു പരിഗണന ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ആര്യ വിനോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആര്യ, വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഫിലിം ചേംബർ ഉള്ളത്. എന്താണ് ഇവരുടെ ആവശ്യം, എന്താണ് ഇവരുടെ തീരുമാനം? തീർച്ചയായിട്ടും അമൃത, ഈ ജനുവരി മുതൽ പ്രതിഷേധത്തിന് കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് ഫിലിം ചേംബറിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ ഇരട്ട നികുതി ഇല്ലാതാക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. GSTക്ക് പുറമെ ഈടാക്കുന്ന വിനോദ നികുതി ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് വലിയ രീതിയിൽ ഇവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 മാസം, നമുക്കറിയാം ജൂണിൽ നടന്ന ഈ ഒരു പ്രതിഷേധത്തിന് ഒക്കെ ഒടുവിലാണ് അവർ ചർച്ച നടത്തി തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള രീതിയിലേക്ക് എത്തി. എന്നാൽ ഇപ്പോൾ 6 മാസം പിന്നിട്ട ജനുവരിയിലേക്ക് അടുക്കുമ്പോഴും ഇതിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ്. നിരവധി തവണ ചർച്ചകൾക്ക് ഇവർ മുഖ്യമന്ത്രി അടക്കം കണ്ടിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള ചർച്ച ചെയ്യാം, യോഗം വിളിക്കാം എന്നുള്ളതല്ലാതെ മന്ത്രി സജി ചെറിയാൻ അടക്കം യാതൊരു വിധത്തിലും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ ഇവർ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, സൂചനാ പണിമുടക്കിലേക്ക് തന്നെ നീങ്ങാൻ തന്നെയാണ് തീരുമാനം. KSFDC തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി മുതൽ KSFDC തിയേറ്ററുകളിലേക്ക് സിനിമ നൽകില്ല എന്നുള്ളത് കൃത്യമായി ഇവർ അറിയിക്കുകയുണ്ടായി. ഇത് ഒരു സൂചനാ പണിമുടക്ക് മാത്രമായിരിക്കുമെന്നും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് ഇവർ അറിയിച്ചത്.